സുന്ദരീസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടിപൊളിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു 10 പ്രോഡക്ട്സ് നോക്കാം കേട്ടോ. എല്ലാം 500 രൂപേനെക്കാട്ടിന് താഴെയുള്ളതാണ്. അത് മാത്രമല്ല, അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടും ഇപ്പോൾ അടുത്ത് കുറേ അധികം റിവ്യൂസും കുറേ പേര് ഭയങ്കര നല്ലതാണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. കുറച്ച് ബഹളങ്ങൾ അവിടെ ഇവിടെയും കേൾക്കാൻ പറ്റും. പ്രത്യേകിച്ച് അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുന്നുണ്ട്, അതിൻ്റെ നല്ലോണം ബഹളമുണ്ട്, ചീവീടിൻ്റെ ശബ്ദമൊക്കെ ഉണ്ട്. തൽക്കാലം നമുക്ക് അതെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്കോളജിക്ക സ്വീറ്റ് സമ്മർ കിസ് പെർഫ്യൂം ബോഡി മിസ്റ്റ് ആണ്. ഇത് കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര പ്രൊമോഷൻസും കാര്യങ്ങളുമായിരുന്നു. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒക്കെ ഇത് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 3 ഫ്രേഗ്രൻസിലാണ് കേട്ടോ വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്വീറ്റ് സമ്മർ കിസ്, അതാണ് നമ്മുടെ കയ്യിലുള്ളത്. അടുത്തത് സൺ കിസ് വാനില, പിന്നെ ഡ്യൂയി ഫ്ലോറൽ കിസ് ആണ് കേട്ടോ ഉള്ളത്. കിസ് 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 ഫുള്ള് തന്നെയാണല്ലോ, കിസ്സും മിസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സമ്മർ കിസ് ആണ് കേട്ടോ. സ്വീറ്റ് ഫ്രേഗ്രൻസ് ആണ് കേട്ടോ ഉള്ളത്. അത്യാവശ്യം നല്ല റിവ്യൂസ് ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 439 രൂപയാണ് കേട്ടോ. നന്നായിട്ടുണ്ട്. പ്രൈസ് വൈസ് നോക്കുമ്പോൾ നല്ലതാണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റിയും അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത പറയണത് എന്താണെന്നറിയോ, നമുക്ക് ഹെഡ് ടു ടോ വരെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ബോഡിയിൽ മാത്രമല്ല, നമുക്ക് മുടിയിലും ആ ഒരു ഫ്രേഗ്രൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ കുറേ പേര് മുടിയിലൊക്കെ സ്പ്രേ ചെയ്യണത്. അങ്ങനെ വേണമെന്നില്ല, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സിലും അതേപോലെ തന്നെ ബോഡിയിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല മണമുണ്ട് കേട്ടോ, അടിപൊളി മണമാണ്. ഇത് അത്യാവശ്യം ഒരു 3 hours എങ്കിലും ലാസ്റ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു 4-5 തവണയാണ് ഞാൻ യൂസ് ചെയ്തത്. അത്യാവശ്യം നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിൻ്റെ പാക്കേജിങ് ഉണ്ടല്ലോ, അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു പെർഫ്യൂമിൻ്റെ ആ ഒരു ബ്രാൻഡിൻ്റെ പാക്കേജിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഡിറ്റോ ആ ഒരു കൈൻഡ് ഓഫ് പാക്കേജിങ് തന്നെയാണ്. വലിച്ചാൽ മതി തുറക്കാനായിട്ട്. സ്പ്രേ ബോട്ടിലാണ്, ഒബ്വിയസ്ലി സ്പ്രേ ബോട്ടിലായിരിക്കുമല്ലോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു ബോഡി മിസ്റ്റ് തന്നെയാണ് കേട്ടോ. സ്ട്രോബെറി വാനില അതിൻ്റെ ഒക്കെ ഒരു മിക്സ് ആണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല ഒരു മസ്ക് ആ ഒരു ഫ്രേഗ്രൻസ് ഉണ്ട്. കുറച്ചൊരു ഫ്രൂട്ടി ഫ്രേഗ്രൻസ് ആണ്. ഈവൻ ദോ എനിക്ക് ഫ്രൂട്ടി ഫ്രേഗ്രൻസ് അത്ര ഇഷ്ടമല്ലെങ്കിലും ഇതെനിക്ക് ഇഷ്ടമായിട്ടോ. ഇതത്ര കുഴപ്പമില്ല, നല്ലൊരു ഫ്രേഗ്രൻസാണ്. ഇപ്പം നമുക്കിത് വേണ്ട, കുറച്ച് ഫ്ലോറൽ ആയിട്ടുള്ളത് വേണമെങ്കിൽ അതുണ്ട്. അതുപോലെ തന്നെ പക്ക വാനില അങ്ങനത്തെ ഒരു നോട്ടാണ് വേണ്ടത് വെച്ചാൽ അതും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കി ഇഷ്ടമുള്ളത് എടുക്കാവുന്നതാണ്. ഇതെനിക്ക് തോന്നുന്നു ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 439 റുപ്പീസ് ആണല്ലേ. ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂമാണ്. നമുക്ക് മൾട്ടിപ്പിൾ യൂസസിന് എടുക്കാവുന്നതാണ്. ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന പെർഫ്യൂമാണ്, അല്ലെങ്കിൽ ബോഡി മിസ്റ്റ് ആണ് കേട്ടോ. അടുത്തത് ഡോട്ട് ആൻഡ് കീ സ്ട്രോബെറി ഡ്യൂ ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതൊരു 450 ആ ഒരു റേറ്റിലൊക്കെയാണ്. 450 മാക്സിമം 500, അതിനെക്കാട്ടിനും കൂടുതലില്ല. ഇപ്പോൾ ഡെയിലി വെയർ സൺസ്ക്രീൻ തന്നെയാണ്, പക്ഷെ ഒരു ടിൻറ്റ് ഉണ്ട് എന്നുള്ളത്. അതായത് ഒരു ചെറിയൊരു ഷെയ്ഡ് ഉണ്ട്. അത് ഞാൻ കേട്ടപ്പോഴേ വിചാരിച്ചായിരുന്നു കേട്ടോ, എന്തായാലും എനിക്ക് ചേരുന്ന ഒരു ഷെയ്ഡ് ആയിരിക്കുമോ, ആ ഒരു സംശയം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ ടിൻറ്റഡ് സൺസ്ക്രീൻസ് ഒക്കെ വരുമ്പോൾ കൂടുതലും ഫെയർ സ്കിൻ ടോണിന് ചേരുന്ന പോലെ തന്നെയാണ് ഒരു ടിൻറ്റ് ഉണ്ടാവുക. പക്ഷെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഞാൻ യൂസ് ചെയ്ത് കണ്ടായിരുന്നു. ഇപ്പം എൻ്റെ സ്കിൻ ടോൺ അല്ലെങ്കിലും എന്നെക്കാട്ടിനും 1-2 ഷെയ്ഡ് മാത്രം ഡാർക്കർ അല്ല ലൈറ്റർ ആയിട്ടുള്ളവർ യൂസ് ചെയ്തിട്ട് അവർക്ക് ചേരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം അങ്ങനെ ഞാൻ ഒന്ന് ജസ്റ്റ് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു. ഞാൻ 2-3 തവണയായി യൂസ് ചെയ്യണു. എൻ്റെ ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് സാധാരണ സൺസ്ക്രീനിൻ്റെ അത്ര തന്നെ എടുത്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ബ്ലെൻഡ് ആവാനായിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈറ്റ് കാസ്റ്റ് പോലെ ഉണ്ടാവും. അത് നമുക്കിങ്ങനെ ഉരച്ചുരച്ചുരച്ച് ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. എന്ന് കരുതി നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒന്നും കവർ ആവില്ല. ഇവിടെ കണ്ട ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ട് എനിക്ക്, അത് കവർ ആവുമൊന്നുമില്ല. ഒരു ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സാധാരണ സൺസ്ക്രീൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പേർക്കുള്ള പ്രശ്നമാണ് ഭയങ്കര ഡൾ ആവണമെന്നുള്ളത്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതായിരിക്കും. കാരണം നല്ലൊരു ഗ്ലോ തരുന്നുണ്ട്, ഒരു ബ്രൈറ്റ്നെസ് തരുന്നുണ്ട്, ഒരു ഉദിപ്പ് തരുന്നുണ്ട് കേട്ടോ മുഖത്തിന്. അപ്പം ആ രീതിക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നി. എന്നെക്കാട്ടിനും ഒരുപാട് ഡാർക്കർ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവർക്ക് ഇത് എത്ര കണ്ടും വർക്ക് ആവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഈ പറഞ്ഞ പോലെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിഡൈസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചേരാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മിസ്മാച്ച് പോലെ തോന്നാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർ ജസ്റ്റ് ഒന്ന് ഈ പേര്, അതായത് ഡോട്ട് ആൻഡ് കീ സ്കിൻ കെയർ എന്ന് കൊടുത്തിട്ട്
ഓൺ ഡീപ്പർ സ്കിന്നിന് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഡസ്കി സ്കിൻ അല്ലേ, അപ്പോൾ ഡീപ്പർ സ്കിന്നിന് കൊടുത്താൽ ഡീപ്പർ സ്കിന്നിലുള്ള ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് മേടിച്ചാൽ മതി. ഇപ്പോൾ എന്നെപ്പോലെ ഒരു ഡസ്കി സ്കിൻ ആണെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ ഇതാണ് ഇട്ടിട്ടുള്ളത്, ജസ്റ്റ് കാണാമല്ലോ എങ്ങനെയുണ്ടെന്ന്. റെഗുലറായിട്ട് ഓഫീസിലേക്ക് പോകുന്നവർ അല്ലെങ്കിൽ കോളേജിലേക്ക് പോവുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരു ഗ്ലോ വേണം മുഖത്ത്. ചിലർക്ക് ഉണ്ടാവില്ല ഇങ്ങനെ ബെയർ സ്കിൻ, അങ്ങനെ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കും ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പക്ഷെ ബ്ലെൻഡ് ചെയ്യാൻ എടുക്കുന്ന സമയം കുറച്ച് അധികമാണ്. അത് മനസ്സിൽ വെച്ചിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി കേട്ടോ. അടുത്തത് ഡോട്ട് ആൻഡ് കീയുടെ തന്നെ ഇത് വാട്ടർമെലൺ കൂളിംഗ് അണ്ടർആം റോൾ ഓൺ ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 299 റുപ്പീസ്, ഒരു 250 റേറ്റിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. പാക്കേജിങ് തന്നെ നല്ല ക്യൂട്ടോ, നല്ലൊരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ AHAയും BHAയും ഉണ്ട്. AHAയും BHAയും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അണ്ടർആംസ് ചെറിയ രീതിയിൽ ലൈറ്റനിങ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യണതാണ് കേട്ടോ. പിന്നെ ഏതെങ്കിലും ആക്റ്റീവ്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. വാട്ടർമെലൺ, ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, സാൽസിലിക് ആസിഡ്, അതുപോലെ തന്നെ ലിക്വറൈസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്കിൻ ആ ഒരു പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യണതാണ്. അണ്ടർആംസ് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളവർക്ക് അത് കുറയ്ക്കണമെന്നും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ ഇത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും അൺഈവൻ സ്കിൻ ടോൺ കുറയ്ക്കാനും അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള സ്വെറ്റും അതേപോലെ ഓർഡറും പൊട്ട മണ്ണുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. അത് മാത്രമല്ല ഇതിൽ ആൽക്കഹോൾ, അലുമിനിയം, പാരബിൻ, സൾഫേറ്റ്സ്, സിന്തറ്റിക് ഡൈസ്, സിലിക്കോൺസ്, എസെൻഷ്യൽ ഓയിൽസ്, മിനറൽ ഓയിൽസ് ഇതൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്കിത് വളരെ നല്ലതായിട്ട് തോന്നി. അണ്ടർആംസ് ഡാർക്ക്നെസ് കുറയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ആയിട്ടില്ല, അത്രയൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഒരു 5-6 തവണ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഫ്രഷ് ഫ്രേഗ്രൻസ്, അങ്ങനെ ഒരു കുത്തുന്ന മണോ അല്ലെങ്കിൽ ഒരു ഡിയോഡ്രൻ്റ് ഒരു ഫ്രേഗ്രൻസ് അങ്ങനെയല്ല, പകരം നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിട്ടാണ് തോന്നിയത്. അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു കൂൾ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അധികം വേർക്കുന്നില്ല. ഈ ബോഡി മിസ്റ്റ് ആണെങ്കിലും പെർഫ്യൂം ആണെങ്കിലും ഉണ്ടല്ലോ, അത് നമ്മുടെ ഡ്രസ്സിലേക്കൊക്കെ അല്ലേ നമ്മൾ കൂടുതൽ സ്പ്രേ ചെയ്യും. ഈവൻ ബോഡി മിസ്റ്റ് ആണെങ്കിലും ബോഡിയിൽ നമ്മൾ സ്പ്രേ ചെയ്യും. എന്നാലൊരു ഡിയോഡ്രൻ്റ് ആണ് നമ്മുടെ സ്വെറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് നല്ലൊരു റോൾ ഓൺ ആയിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. പേര് പറയുന്ന പോലെ തന്നെ സിമ്പിൾ റിഫ്രഷിങ് ഫേസ് വാഷാണ്. കൈൻഡ് ടു സ്കിൻ എന്ന് പറയുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് കേട്ടോ സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. ഇവരുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ജെൻറ്റിലാണ് ഇവരുടെ പ്രോഡക്ട്സ്. ഇവരുടെ ടോണർ ആണെങ്കിലും ശരി, ഈ ഫേസ് വാഷ് ആണെങ്കിലും പിന്നെ 1-2 പ്രോഡക്ട്സിന് മോയ്സ്ചറൈസർ ഒക്കെ വളരെ ജെൻറ്റിലാണ്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും നന്നായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത്. അപ്പോൾ ഇത് ഫേസ് വാഷ് നന്നായിട്ട് നമ്മുടെ ഫേസിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. മേക്കപ്പ് ആണെങ്കിലൊക്കെ നമുക്ക് മേക്കപ്പ് റിമൂവർ വെച്ച് റിമൂവ് ചെയ്തതിന് ശേഷം എക്സസ് ഉള്ള മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നാൽ സ്കിന്നിന് ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല. ആ രീതിക്കൊക്കെ ഒരുപാട് നല്ലതായിട്ടുള്ളൊരു ഫേസ് വാഷാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫേസ് വാഷ് നോക്കുന്നുണ്ടെങ്കിൽ ഈ സിമ്പിൾ ഫേസ് വാഷ് വളരെ നല്ലതാണ്. 399 റുപ്പീസിനാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു ട്യൂബാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാം ആണ്. ഇത്തവണ ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ കുറച്ചധികം പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മെയിനായിട്ട് മേടിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതിൽ SPF 50 ഉണ്ട്, PA+++. നമുക്കിപ്പോൾ SPF ഉള്ള ലിപ് ബാം ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണല്ലോ. അത് മാത്രമല്ല കോളേജിലും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ട, കോളേജിലും ഓഫീസിലേക്കൊക്കെ പോകുന്നവർക്ക് ലിപ്സ്റ്റിക്ക് വേണമെന്നില്ല, ജസ്റ്റ് ലിപ് ബാം മതി. പക്ഷെ കളർ ഉള്ളത് വേണം എന്നാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇതിൻ്റെ 2-3 കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് നല്ലൊരു ഷെയ്ഡാണ്, നല്ലൊരു ബെറി ഷെയ്ഡാണ്. ഒരു മണമൊക്കെ ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ മണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ കുട്ടികളുടെ ടോണിക്കില്ലേ, ഈ ചുമയൊക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കണം, ആ ഒരു മണമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ ആവാം. അത്ര ലൈറ്റ് ഷെയ്ഡ് അല്ല കേട്ടോ, കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ്. പക്ഷെ ഇത്രയും ഡാർക്ക് ഷെയ്ഡ് വേണ്ടാന്നാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തന്നെ ലൈറ്റർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്, അത് നോക്കാവുന്നതാണ്. അതല്ല ആസ് എ ലിപ് ബാം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. എന്നുവെച്ചാൽ നമ്മൾ ഈ രാത്രിയൊക്കെ ലിപ് മാസ്ക് ഒക്കെ ഇടില്ലേ, ആ തരത്തിലൊന്നും ഹൈഡ്രേറ്റിംഗ് അല്ല. അല്ലെങ്കിൽ തിക്ക് ലിപ് ബാംസ് വരില്ലേ, അതുപോലെ ഹൈഡ്രേറ്റിംഗ് അല്ല. പക്ഷെ ഒരു നോർമൽ രീതിക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. SPF ഉണ്ട്, അപ്പോൾ രാവിലെയൊക്കെ ഇടാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ, നല്ലൊരു ലിപ് ബാമാണ്. അടുത്തത് വാസ്ലിൻ ഗ്ലൂട്ടാ ഹൈ ഡ്യൂ റേഡിയൻസ് സിറമിൻ ലോഷൻ ഗ്ലൂട്ടതയോൺ ഹൈഡ്രോണിക് നിയാസിനമൈഡ്. വലിയൊരു പേരാണ് ഇതിന്. ഇത് ഞാൻ 1 ട്യൂബ്, 2 ട്യൂബ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല ബോഡി ലോഷനാണ്. ഒരു 300 റുപ്പീസ് അറൗണ്ട് ആയിട്ട് കിട്ടണതാണ്. നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, അത്യാവശ്യം നല്ല മണമുണ്ട്. അപ്പോൾ ഇതിൽ ഗ്ലൂട്ടാതയോൺ ഉണ്ട്, അപ്പോൾ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ട്രോപ്പിക്കൽ ആപ്ലിക്കേഷനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനൊരു പരിധി ഉണ്ട്. എന്തായാലും എനിക്ക് തോന്നിയ ബെനിഫിറ്റ് ഞാൻ പറയാം. എനിക്ക് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ട്, അതാണ് മെയിൻ കാര്യം ഇതിൽ എടുത്ത് പറയേണ്ടത്. കണ്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഒരുപാട് ഹെവി ആയിട്ടുള്ളതൊന്നും അല്ല, നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ്. പിന്നെ ബ്ലെൻഡ് ചെയ്യാനും നല്ല എളുപ്പമുണ്ട്. മണവും കുഴപ്പമില്ലാത്തൊരു മണമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല മണമാണ്.
നല്ല മോയ്സ്ചറൈസിങ് ആണ്. അപ്പോൾ ഞാൻ കുറേ അധികം നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ വാസ്ലിൻ്റെ ഈ ബോഡി ലോഷൻ. നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടൊരു ഒട്ടലും കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവും. ആ രീതിക്കൊക്കെ എനിക്ക് നന്നായിട്ട് തോന്നി. അബ്സോർബ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട ഒരു ഗ്ലോ ഉണ്ട്, നല്ലൊരു ഡ്യൂയി, നല്ലൊരു ഗ്ലോയി സ്കിൻ തരാനായിട്ട്. ഒരു തവണ യൂസ് ചെയ്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പോഴത്തെ ഒരു ഗ്ലോ അങ്ങനെ കാണാൻ പറ്റും. അതല്ലാണ്ട് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ബോഡി ലോഷൻ അങ്ങനെ ഞാൻ മുന്നൊന്നും ബോഡി ലോഷൻ അങ്ങനെ റെഗുലറായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല, ഫേസിൽ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. ബോഡിയിലാണെങ്കിലും എല്ലാ ദിവസവും ഞാൻ ബോഡി ലോഷൻ യൂസ് ചെയ്യും. പിന്നെ എനിക്ക് ഒരെണ്ണം കൂടി കാണിച്ചു തരാറുണ്ട്. കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് വാസ്ലിൻ്റെ സൺ പ്രൊട്ടക്റ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ രാവിലെ യൂസ് ചെയ്യും, കാരണം ഇതിൽ SPF ഉണ്ട്. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ പുറത്ത് പോകാറുണ്ട്. അങ്ങനെ പുറത്ത് പോകുന്നത് കൊണ്ടാണ് ഞാൻ SPF ഉള്ളത് യൂസ് ചെയ്യണത്. അതല്ലെങ്കിൽ ഞാൻ ഇത് ബോഡിയിൽ അപ്ലൈ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ എണ്ണയെങ്കിലും അപ്ലൈ ചെയ്യാം. ചിലർക്ക് എണ്ണ ഭയങ്കര ഈ ഒട്ടലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബോഡി ലോഷൻ മേടിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. എന്തായാലും ബോഡിയും കൂടെ അങ്ങനെ ടേക്ക് കെയർ ചെയ്യാം. ഞാൻ പറയണത് ബോഡി ടേക്ക് കെയർ ചെയ്യേണ്ടത് നമ്മുടെ സ്കിൻ ടോണിൽ വ്യത്യാസം വരുത്താനോ അല്ലെങ്കിൽ ഈവൻ ബ്രൈറ്റനിങ് എഫക്റ്റോ അതിനൊന്നും വേണ്ടിയിട്ടല്ല. ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇങ്ങനെ ഈ വിണ്ട് കീറുക, ഭയങ്കര ഇച്ചിങ്, ഭയങ്കര ചൊറിച്ചിലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുകയും ബോഡി നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് നോക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ. അടുത്തത് ഒരു ഫേസ് മാസ്ക് ആണ്. ഞാൻ കുറച്ച് നാളായി ഇപ്പം ഇങ്ങനെ ഫേസ് മാസ്കുകൾ ട്രൈ ചെയ്യുന്നുണ്ട്. കൂടുതലും ഞാൻ വീട്ടിൽ തന്നെയുള്ള ഫേസ് മാസ്കുകൾ ഞാൻ ട്രൈ ചെയ്യാറുള്ളത് മറ്റേ ഗുഡ് വൈബ്സിൻ്റെ ഉപ്ടൻ ഫേസ് മാസ്ക് ഇല്ലേ, അതൊക്കെ നല്ലത് തന്നെയാണ്. കൂടാണ്ട് നമുക്ക് കസ്തൂരി മഞ്ഞൾ, പിന്നെ കടലമാവ്, തൈരിലൊക്കെ ചേർത്തിട്ട് അതൊക്കെ നല്ലത് തന്നെയാണ്. ഇനി അതല്ലെങ്കിൽ ചോറില്ലേ, അത് അരച്ചിട്ട് മുഖത്തിട്ടാലും നല്ലതാണ്. ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിന് ഇപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് വർക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ അതൊക്കെ അരച്ച് മുഖത്ത് തേക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് 2-3 ഞാൻ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. അതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫോക്സ്ടെയിലിൻ്റെ സ്കിൻ റേഡിയൻസ് മാസ്ക് ആണ് കേട്ടോ. പോഴ്സ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ആക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇങ്ങനെ കുട്ടി കുട്ടി പോഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ മാസ്ക് ആണെങ്കിലും ആക്റ്റീവ്സ് ആണെങ്കിലും ഒക്കെ നോക്കുന്നത് പോഴ്സ് സ്ട്രിങ്ക് ആവുന്ന തരത്തിലുള്ള സംഗതികളാണ് ഞാൻ നോക്കുന്നത്. കാരണം ഇപ്പം എൻ്റെ മേജർ പ്രശ്നം അതാണ്. അപ്പോൾ ഇത് പോഴ്സ് നന്നായിട്ട് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇല്ലേ അതൊന്ന് കുറയ്ക്കാനും ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരാനും നല്ലൊരു ടാനൊക്കെ ഒന്ന് പോയി നല്ലൊരു ആ ഒരു ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്കൊരു ചെറിയ റിസൾട്ട് കാണാൻ സാധിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മാസ്ക് യൂസ് ചെയ്താൽ ഒരുവിധം ഏത് മാസ്ക് ആണെങ്കിലും നമുക്ക് ആ ഫസ്റ്റ് യൂസിൽ തന്നെ ചെറിയൊരു ഡിഫറൻസ് കാണാൻ സാധിക്കും. പക്ഷെ അത് നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. പിറ്റേ ദിവസം നമ്മൾ വെയിലത്തിറങ്ങാണ്, സൺസ്ക്രീൻ ഒന്നും ഇട്ടില്ലെങ്കിൽ അത് ആദ്യം പോകട്ടോ. അപ്പം അതുകൊണ്ട് മാസ്ക് ഈ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ ഇടയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ ആക്ച്വലി 2 ദിവസമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ നമുക്ക് വന്ന് ഇങ്ങനെ അടിയുന്ന ടാൻ ഉണ്ടല്ലോ അത് കളയാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ക്ലേ ഉണ്ട്, അപ്പോൾ നമുക്ക് ആ എക്സ്ട്രാ ഓയിലൊക്കെ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും. പിന്നെ ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അപ്ലൈ തിക്ക് ലെയർ, നമുക്കറിയാമല്ലോ മാസ്ക് അത്യാവശ്യം തിക്ക് ലെയർ അപ്ലൈ ചെയ്തിട്ട് 10 to 15 minutes വെക്കുക, എന്നിട്ട് വാഷ് ചെയ്യുക. ആക്ച്വലി ഒരു 2 തവണ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു 500 rupees അറൗണ്ട് ആണുള്ളത്. അത്യാവശ്യം നിൽക്കും. അങ്ങനെ ആഴ്ചയിൽ 2 തവണയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 2 മാസത്തോളമൊക്കെ എങ്ങനെ പോയാലും നിൽക്കും. 2 മാസമൊക്കെ യൂസ് ചെയ്താലും മതി ആ ഒരു റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്. തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ ചെറിയ റിസൾട്ട് കാണാൻ സാധിക്കും. നമ്മൾ 2-3 തവണയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ബെറ്റർ റിസൾട്ട് കാണുന്നതായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു മാസ്ക് കേട്ടോ. ഞാൻ വേറൊരു മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഡസ്ട്രിയുടെ, അത് നല്ലതാണ്. പക്ഷെ അത് 1000 രൂപയുണ്ട്, അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. ഇതാകുമ്പോൾ ഒരു 500 രൂപയ്ക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ആ രീതിക്ക് ഒരു നല്ല മാസ്കാണ്. അടുത്തത് ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത്, ഒരു ഐസ്ക്രീം ഡബ്ബ പോലെയൊക്കെ ഉണ്ടല്ലോ, പക്ഷേ ഇത് സോപ്പാണ് കേട്ടോ. അതും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇങ്ങനെ ഒരു ബാമിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചെടുക്കുക, എന്നിട്ട് കയ്യിൽ ഇങ്ങനെ ആക്കുമ്പോൾ നന്നായിട്ട് പതയും, എന്നിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളത്. മെയിനായിട്ട് ഇതിൻ്റെ മണം അടിപൊളി മണമാണ്. അപ്പം ഇത് ഒരു ചെറിയ രീതിയിലൊരു ഗിമിക് സാധനം പോലെ തോന്നും, പക്ഷെ എന്താ വെച്ചാൽ 399 rupeesന് 160 gram ഉണ്ട്. നമുക്ക് അധികം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല പതയാനായിട്ട്. കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്താൽ മതി. നമ്മൾ സാധാരണ എന്താ യൂസ് ചെയ്യാം, ബോഡി വാഷ് യൂസ് ചെയ്യില്ലേ, അപ്പം നമ്മളിങ്ങനെ പമ്പ് ചെയ്തിട്ട് അത് കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് അപ്ലൈ ചെയ്യല്ലേ ചെയ്യും. കുറേ പേര് ലൂഫ യൂസ് ചെയ്യും, പക്ഷേ ലൂഫ എന്താണെന്ന് വെച്ചാൽ അതിലിങ്ങനെ അഴുക്ക് വന്നടിഞ്ഞിട്ട് പിന്നീട് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൈ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഇതാണെങ്കിലും അതുപോലെ തന്നെ, പക്ഷെ ബാം പോലെയാണെന്ന് മാത്രം. ഇതിങ്ങനെ കയ്യിൽ കുറച്ചെടുക്കുക, നന്നായിട്ട് പതച്ചെടുക്കുക, അപ്പോൾ നന്നായി പതഞ്ഞു വരും കേട്ടോ. ബോഡിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ക്ലീൻ ആവും.
എന്നാൽ നമ്മുടെ സ്കിന്നിനൊട്ടും ഡ്രൈ ആക്കില്ല. ഈ ചില സോപ്പിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ചില ബോഡി വാഷ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രൈ ആക്കണില്ല എന്നുള്ളത് മാത്രമല്ല, നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ആ കുളി കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബോഡി ലോഷനും കൂടി ഇട്ട് കൊടുത്താൽ സെറ്റാണ്. പിന്നെ ഒരു കുഴപ്പമില്ല, നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ ഉണ്ടാവും. നമുക്കങ്ങനെ വരണ്ട ഒരു ഫീലൊക്കെ ഇല്ലേ. ഇപ്പം ഒന്നും എനിക്ക് അങ്ങനെയില്ല. യൂഷ്വലി എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് കുറയ്ക്കാം. പൊതുവേ കുറേ പേർക്കുണ്ടല്ലോ എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നായിരിക്കും. എനിക്ക് അങ്ങനെ എൻ്റെ ബോഡിയിലൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്. എൻ്റെ കയ്യിലെ തൊലിയൊക്കെ ഇങ്ങനെ പറഞ്ഞു പോരുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനൊന്ന് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഇങ്ങനത്തെ ലൈറ്റ് ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ബോഡി സോപ്പും അതേപോലെ തന്നെ അതിന് ശേഷം എണ്ണയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബോഡി മോയ്സ്ചറൈസേഴ്സും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അതിൽ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് എന്താ അഭിപ്രായം എന്നുള്ളത് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. പിന്നെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കൂ. അത് മാത്രമല്ല ഞാനിവിടെ പ്രോഡക്റ്റ് ടാഗ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സാധനം വന്നിട്ടില്ലേ, പുതിയതല്ല കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം അതിലും കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.